2016 വരെയുള്ള കാര്യമാണ് പറയുന്നത്. അന്നുവരെ കേരള ചരിത്രത്തിൽ മാറി മാറി വരുന്ന ഇടതുപക്ഷ സർക്കാരുകൾ അധികാരമേൽക്കുമ്പോൾ ആദ്യം ഒപ്പിടുന്ന ഒരു ഫയലുണ്ട്. അതൊരു കീഴ്വഴക്കമാണ്. തൊട്ടു മുൻപത്തെ UDF സർക്കാർ കുടിശ്ശികയാക്കി പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാതെ മാറ്റിവെച്ചു പോയ ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കാനുള്ള ഫയൽ. ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാം. എന്നാൽ കഴിഞ്ഞ തവണയും ഇത്തവണയും കാര്യങ്ങൾ അങ്ങനെയല്ല. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷവും അധികാരത്തിൽ വരാൻ പോകുന്ന സർക്കാരിന് അങ്ങനെയൊരു ഫയലിൽ ഒപ്പിടേണ്ടി വരില്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ല. ഒരു മുടക്കവും വരുത്താതെ ഈ സർക്കാർ അത് കൊടുത്തു തീർത്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. ഭരണ തുടർച്ചയുണ്ടാകുമ്പോൾ പുതിയ സർക്കാരിൻ്റെ ആദ്യത്തെ ഒപ്പ് എന്തിനു വേണ്ടിയായിരിക്കും? അവിടെയാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു വലിയ കഥ തുടങ്ങുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയേക്കാൾ വലിയൊരു കടം വീട്ടാൻ വരാനിരിക്കുന്ന സർക്കാരിന് മുന്നിലുണ്ട്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും സാധുക്കളായ കുറച്ചു മനുഷ്യരോട് കാണിച്ച ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു ചതി. ആ ചതിയുടെ പ്രായശ്ചിത്തം ചെയ്യുക എന്ന ചരിത്ര നിയോഗം. അതെ, ആ കഥയിലേക്കാണ്, അണിയറയിൽ ഒരുങ്ങുന്ന ആ മാസ്റ്റർ സ്ട്രോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ചൂരൽമല, മുണ്ടക്കൈ, കേരളം കേട്ടു നടുങ്ങിയ പേരുകൾ. മലവെള്ളം മനുഷ്യജീവനുകളെയും സ്വപ്നങ്ങളെയും കുത്തിയൊഴുക്കിക്കൊണ്ടുപോയ ആ ഇരുണ്ട രാത്രി. പ്രകൃതിയുടെ സംഹാര താണ്ഡവം കഴിഞ്ഞപ്പോൾ ബാക്കിയായത് നിലവിളികൾ മാത്രം. നാടൊന്നാകെ ആ വിങ്ങലിൽ പങ്കുചേർന്നപ്പോൾ ആ നിലവിളികൾക്കിടയിലും ചിലർ കണ്ടത് വരാനിരിക്കുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. അതെ, രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ കഴുകൻ കണ്ണുകളോടെയാണ് കോൺഗ്രസും BJPയും ആ ദുരന്ത ഭൂമിയിലേക്ക് വന്നിറങ്ങിയത്. നമുക്ക് ഓർമ്മയുണ്ട് ആ ദൃശ്യങ്ങൾ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ സന്നാഹങ്ങളോടെ നേരിട്ടെത്തി. ദുരന്തമുഖത്ത് അനാഥരായ കുട്ടികളെ ചേർത്ത് പിടിച്ച് തലോടി ക്യാമറകൾക്ക് മുന്നിൽ അതൊരു വലിയ PR ഇവൻ്റാക്കി. വാർത്താ താരമായി അദ്ദേഹം മാറി. എന്നിട്ട് അദ്ദേഹം മടങ്ങി. ക്യാമറകൾ ഓഫായപ്പോൾ ആ വാത്സല്യവും അവസാനിച്ചു. കേന്ദ്രത്തിൽ നിന്ന് അർഹമായ ഒരു സഹായം പോലും, ഒരു നാണയത്തുട്ട് പോലും കേരളത്തിന് കിട്ടിയില്ല എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയായി ഇന്നും അവശേഷിക്കുന്നു. മറുവശത്ത് കോൺഗ്രസ്. ദുരന്തത്തിൻ്റെ വ്യാപ്തി കണ്ടയുടൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഭവസ്ഥലത്ത് വന്നിറങ്ങി. വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു പിന്നീട്. വാരിക്കോരി നൽകിയ മോഹന വാഗ്ദാനങ്ങൾ. വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം കോൺഗ്രസ് വീട് വച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അതും ലോകോത്തര നിലവാരത്തിൽ. ക്യാമറകൾക്ക് മുന്നിൽ കണ്ണീർ പൊഴിച്ച് അവർ പറഞ്ഞ വാക്കുകൾ എല്ലാം നഷ്ടപ്പെട്ട ആ സാധു മനുഷ്യർ അപ്പാട് വിശ്വസിച്ചു. അവിടെയാണ് കോൺഗ്രസ് തങ്ങളുടെ തിരക്കഥയിലെ ആദ്യത്തെ ചതി ഒളിപ്പിച്ചു വച്ചത്. ഒരു ദുരന്തം വരുമ്പോൾ നാടൊന്നാകെ ഒന്നിച്ചു നിൽക്കണമെന്നാണ് പ്രമാണം. എന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ജനങ്ങളെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിക്കാൻ കോൺഗ്രസും BJPയും തീരുമാനിച്ചു. മുണ്ടക്കൈ ദുരന്തത്തെ അവർ തങ്ങളുടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. അവർ ഒരുമിച്ച് നിന്ന് ഒരു വിദ്വേഷ ക്യാമ്പയിൻ അഴിച്ചുവിട്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 പൈസ നൽകരുത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു നാടിൻ്റെ അതിജീവനത്തിനായി കൈനീട്ടിയപ്പോൾ ആ കരങ്ങളെ വെട്ടിമാറ്റാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. എന്നിട്ട് അവർ എന്തു ചെയ്തു? ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് പറഞ്ഞ കോൺഗ്രസ് സ്വന്തം നിലയിൽ പണപ്പിരിവ് തുടങ്ങി. അതിനായി പ്രത്യേകം ആപ്പുകൾ വരെ ഉണ്ടാക്കി. മുതിർന്ന നേതാക്കൾ ഒരു വഴിക്ക് പണം പിരിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും അവർക്ക് വേണ്ട പണം ജനങ്ങളിൽ നിന്ന് ഊറ്റിയെടുത്തു. എങ്ങോട്ടാണ് ആ കോടികൾ പോയത്? ആർക്കാണത് കിട്ടിയത്? ജനങ്ങളുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അവർ പിരിച്ചെടുത്ത പണത്തിന് ഇന്ന് യാതൊരു കണക്കുമില്ല. ഈ രാഷ്ട്രീയ ബഹളങ്ങൾക്കിടയിൽ, നിരന്തരമായ പരിഹാസങ്ങൾക്കിടയിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്തു ചെയ്യുകയായിരുന്നു? പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ അവർ കൃത്യമായി ഇടപെടലുകൾ നടത്തി. ദുരന്തബാധിതർക്കായി സമാനതകളില്ലാത്ത ഒരു ടൗൺഷിപ്പ് സർക്കാർ വിഭാവനം ചെയ്തു. വെറുമൊരു വീടല്ല, എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സുരക്ഷിത ഗ്രാമം. അതിനുള്ള പണികൾ ദ്രുതഗതിയിൽ ആരംഭിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പരിഹസിച്ച് ചിരിച്ചു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ വെറും നോക്കുകുത്തികളാകും എന്നവർ ക്യാമറകൾക്ക് മുന്നിൽ പുച്ഛിച്ചു. സർക്കാരിൻ്റെ പദ്ധതികളെ തകർക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ ഇന്ന് കാലം അവർക്ക് മുഖമടച്ച് മറുപടി നൽകുകയാണ്. ഈ വരുന്ന വിഷുവിനോടനുബന്ധിച്ച് ആ ടൗൺഷിപ്പിലെ വീടുകളുടെ പണി പൂർത്തിയാവുകയാണ്. ദുരന്തബാധിതർക്ക് ഉടൻ തന്നെ അവിടെ താമസിക്കാൻ കഴിയുമെന്ന വാർത്ത പുറത്തു വരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. അതെ, പറഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്ന വാക്ക്. ഇനി നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം.
വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യിച്ച കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആദ്യം അവർ പറഞ്ഞു 100 വീടുകൾ നൽകുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 50ആയി, പിന്നെ അത് 20ആയി. അവർ തന്നെ പറയുന്നു വീടുകളുടെ എണ്ണങ്ങൾ തമ്മിൽ ഒരു പൊരുത്തവുമില്ല. റിപ്പീറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 50ആയി, പിന്നെ അത് 30ആയി. അവർ തന്നെ പറയുന്ന വീടുകളുടെ എണ്ണങ്ങൾ തമ്മിൽ ഒരു പൊരുത്തവുമില്ല. വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി കാറ്റിൽ പറന്നു. ഒടുവിൽ സത്യം അവരുടെ തന്നെ വായിൽ നിന്ന് പുറത്തു വന്നു. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരസ്യമായി സമ്മതിച്ചു. സ്ഥലം വാങ്ങിച്ചപ്പോൾ പണം തീർന്നു, ഇനി വീട് വയ്ക്കാൻ പണമില്ല. എത്ര ക്രൂരമായ വഞ്ചനയാണിത്! ജനങ്ങളിൽ നിന്ന് ആപ്പ് വഴിയും അല്ലാതെയും കോടികൾ പിരിച്ചെടുത്തിട്ട് സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരോട് അവർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന്. ഈ വഞ്ചനയുടെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ വികൃത മുഖം സഖാവ് എം സ്വരാജിൻ്റെ കൃത്യമായ ഇടപെടലുകളിലൂടെയാണ് കേരളം തിരിച്ചറിഞ്ഞത്. ആ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു കോൺഗ്രസ് നേതാവിനും കഴിഞ്ഞില്ല. കോൺഗ്രസിൻ്റെ പൊയ്മുഖം അപ്പാടെ തകർന്നു വീണു. ഇവിടെയാണ് ഏറ്റവും സങ്കടകരമായ, നെഞ്ച് പിളർക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. കോൺഗ്രസ്സുകാരുടെ വാക്ക് വിശ്വസിച്ച് സർക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപ കൈപ്പറ്റി ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ടൗൺഷിപ്പിലെ വീട് വേണ്ട എന്ന് എഴുതി കൊടുത്ത കുറച്ച് സാധു മനുഷ്യരുണ്ട് അവിടെ. കോൺഗ്രസ് വീട് വെച്ച് തരും എന്ന വ്യാമോഹത്തിൽ അവർ വീണുപോയി. ആ മനുഷ്യർ ഇന്ന് ഇരട്ട ദുരന്തം അനുഭവിച്ചവരാണ്. ഒരേ സമയം പ്രകൃതിയുടെയും കോൺഗ്രസ്സുകാരുടെയും ഇരകൾ. അക്കൂട്ടത്തിലൊരു പെൺകുട്ടിയുണ്ട്. കുടുംബത്തിലെ 9 പേരും ഉരുൾപൊട്ടലിൽ കൊല്ലപ്പെട്ട് പൂർണ്ണമായും അനാഥയായവൾ. പിന്നീട് തൻ്റെ ഏക പ്രതീക്ഷയായിരുന്ന പ്രതിശ്രുത വരനെയും വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ടവൾ. കോൺഗ്രസിൻ്റെ വാക്ക് കേട്ട് സർക്കാരിൻ്റെ 15 ലക്ഷം വാങ്ങിപ്പോയ ആ കുട്ടിയും ഇന്ന് വഴിയാധാരമാണ്. സർക്കാരിൻ്റെ വീടുമില്ല, കോൺഗ്രസ് നൽകിയതുമില്ല. ആ പണം അവർക്ക് മറ്റു പല ആവശ്യങ്ങൾക്കുമായി ചെലവായി പോയി കാണും. ഇപ്പോൾ ആ പെൺകുട്ടി ഉൾപ്പെടെ പലരും സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നു. പണം ഞങ്ങൾ തിരിച്ചു കൊടുക്കാം, ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ തന്നെ വീട് നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്. ആ കത്തുകൾ കോൺഗ്രസിൻ്റെ വഞ്ചനയുടെ ജീവിക്കുന്ന സ്മാരകങ്ങളാണ്. ബഹുഭൂരിപക്ഷം പേർക്കും ആ പണം ഒറ്റയടിക്ക് തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്നറിയാം. എല്ലാവർക്കും ഫ്രോഡുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞോളണമെന്നില്ല. അതിനുള്ള സോഷ്യൽ പ്രിവിലേജ് അവർക്കുണ്ടായിരുന്നില്ല. കാണിച്ചത് അബദ്ധമായിരിക്കാം, പക്ഷേ അതിനൊരു കുറ്റമായി കാണരുത്. അവർ തട്ടിപ്പിൻ്റെ കൂടി ഇരകളാണ്. പ്രകൃതിയുടെയും കോൺഗ്രസ്സുകാരുടെയും ക്രൂരതയ്ക്ക് ഇരയായ ആ മനുഷ്യരുടെ അന്തസ്സിനെ മാനിക്കണം. പ്രത്യേകിച്ച് മനുഷ്യാന്തസ്സിന് അങ്ങേയറ്റം വില കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പക്ഷം ഭരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന സർക്കാർ ഇടതു സർക്കാർ ആണെങ്കിൽ ആ ഇടതു സർക്കാരിൻ്റെ ആദ്യത്തെ തീരുമാനം ആ സാധു മനുഷ്യർക്ക് ടൗൺഷിപ്പിൽ വീട് കൊടുക്കാനുള്ളതാകും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. കോൺഗ്രസ്സുകാരുടെ വാക്കു കേട്ട് വഴിയാധാരമായവർക്കുള്ള പിടിവള്ളി. പണം കയ്യിൽ വാങ്ങി ചെലവായി പോയവർക്ക് അത് ഒറ്റയടിക്ക് തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം സർക്കാരിനറിയാം. അതുകൊണ്ട് തന്നെ ആ 15 ലക്ഷം രൂപ എഴുതി തള്ളുകയോ അല്ലെങ്കിൽ നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ 20-30 വർഷത്തേക്ക് പലിശയില്ലാത്ത വായ്പയായി പരിഗണിച്ച് ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാമെന്ന അവസ്ഥയിലോ അവർക്കും ടൗൺഷിപ്പിൽ വീട് നൽകാൻ പുതിയ LDF സർക്കാർ തീരുമാനിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം. അതെ, ആ മനുഷ്യർക്ക് മുന്നിൽ അടഞ്ഞ വാതിലുകൾ ഇടതുപക്ഷം തുറന്നിടും. കോൺഗ്രസ് നടത്തിയ വലിയൊരു ചതിയുടെ, ക്രൂരതയുടെ പ്രായശ്ചിത്തം ചെയ്യുന്നത് ഇടതുപക്ഷ സർക്കാരായിരിക്കും. പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ, വഞ്ചിക്കപ്പെട്ടവന് നീതി ഉറപ്പാക്കാൻ ഈ ഭരണകൂടം കൂടെയുണ്ടാകും. നീതിക്കൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ തീരുമാനത്തിനുമുണ്ടാകും.